മാതാവിന്റെ സ്നേഹവാത്സ്യത്തെക്കുറിച്ച് ഒരിക്കൽ പ്രവാചകൻ അനുജനന്മാരോട് പറഞ്ഞു. രണ്ട് സ്ത്രീകൾ ഒരു കാട്ടിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. രണ്ടാളുടെ കയ്യിലും ഓരോ കുട്ടികളുണ്ട്. പെട്ടെന്ന് അവരുടെ മുമ്പിലേക്ക് ഒരു ചെന്നായ പ്രത്യക്ഷപ്പെട്ടു. ഭയവിഹ്വലമായ നിമിഷങ്ങൾ. ഒരു കുട്ടിയെയും കൊണ്ട് ചെന്നായ അപ്രത്യക്ഷമായി. അവശേഷിച്ച കുട്ടിയിൽ സ്ത്രീകൾ തർക്കിച്ചു. ഇത് തന്റെ കുട്ടിയാണെന്ന് ഇരുവരും വാദിച്ചു. വാഗ്വാദം മൂത്തപ്പോൾ സംഭവം ആരോടെങ്കിലും പറയാമെന്ന് അവർ തീരുമാനിച്ചു. ആദ്യം ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ അടുത്തും അതിൽ തൃപ്തി പെടാതെ പിന്നീട് സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മുന്നിലും അവർ പരാതിയായി എത്തി. വളരെ ആശ്ചര്യജനകമായ ഒരു സംഭവം തന്നെയാണത്. രണ്ടു കൂട്ടർക്കും സാക്ഷികളുമില്ല. സംഭവം കേട്ടപ്പോൾ മനഃശാസ്ത്ര സമീപത്തിലൂടെയാണ് സുലൈമാൻ നബി വിധി പ്രഖ്യാപിച്ചത്. നിങ്ങൾ തർക്കിക്കേണ്ട, രണ്ടാൾക്കും കുട്ടിയെ കിട്ടിയാൽ പോരെ, രണ്ട് കഷ്ണമാക്കി ഭാഗിച്ചു തരാം. എന്താ? അത് കേട്ടപ്പോൾ സ്ത്രീകളിൽ ഒരുവൾക്ക് സമ്മതമായില്ല. അവർ പറഞ്ഞു, അത് വേണ്ട, കുട്ടിയെ അവൾ എടുത്തോട്ടെ. ആ മറുപടിയിൽ നിന്ന് പ്രസ്തുത സ്ത്രീ തന്നെയാണ് യഥാർത്ഥ മാതാവെന്ന് സുലൈമാൻ നബിക്ക് ബോധ്യപ്പെട്ടു. കുഞ്ഞിനെ ആ യുവതിക്ക് കൊടുക്കാൻ അദ്ദേഹം വിധിച്ചു.